പാലക്കാട് മണ്ഡലത്തിൽ ഹോട്ടൽ വ്യവസായി NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM നീക്കം. റസാഖുമായി മുഖ്യമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാനാണ് ആലോചന. സാജിദ് വീണ്ടും ചേരുന്നു. സാജിദ്, ഇദ്ദേഹം മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? അജിംസ് മത്സരിച്ചിട്ടില്ല. പൂർണ്ണമായും ഒരു ഹോട്ടൽ വ്യവസായിയാണ് NMR റസാഖ് എന്ന വ്യക്തി. അദ്ദേഹം ഈ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പാലക്കാട് നഗരത്തിൽ തന്നെ 5 ഹോട്ടലുകൾ അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹവും സഹോദരങ്ങളും നടത്തുന്നതാണ്. ഈ റസാഖിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ CPM നീക്കം. അദ്ദേഹം ആദ്യം ഈ വിസമ്മതം അറിയിച്ചെങ്കിലും ഈ CPM നേതൃത്വം അദ്ദേഹത്തെ ഈ നിർബന്ധിക്കുന്നുണ്ട്. ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് BJPക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകുമെന്ന് CPMലെ ഒരു വിഭാഗം തന്നെ കണക്കാക്കുന്നുണ്ട്. കാരണം NMR റസാഖിന് നിരവധി ആളുകളുമായി ബന്ധമുണ്ട്. ഇത് കൂടാതെ വ്യാപാരികളുമായി ബന്ധമുണ്ട്. ഒരു വ്യാപാരി എന്ന നിലയ്ക്കും ആളുകളുമായുള്ള ബന്ധം എന്നുള്ള നിലയ്ക്കും മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉള്ളതല്ലാത്തത് കൊണ്ടും ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പരിധിവരെ ഈ NMR റസാഖ് പിടിക്കുകയാണെങ്കിൽ അത് UDFന്റെ ഈ കാലങ്ങളായി ലഭിക്കുന്ന വോട്ടിലാണ് കുറവ് വരിക. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഈ BJPയുടെ ഒരു നേതാവ് വിജയിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. CPMന് ചില നേതാക്കൾക്ക് അത്തരം ഒരു അഭിപ്രായവും നിലവിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ വെറും 3800 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അത് പാലക്കാട് നഗരസഭയിൽ 6200-ലധികം വോട്ടിന്റെ ലീഡ് E ശ്രീധരൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് പ്രായരി പഞ്ചായത്തിൽ പോയപ്പോഴാണ് അത് ഈ ഒരു 6000 വോട്ടിന്റെ ലീഡ്, ആകെ 12000-ത്തിലധികം വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. അതിൽ 6000 വോട്ടിന്റെ ലീഡാണ് ഈ ഷാഫി പറമ്പിലിന് ലഭിച്ചത്. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത്. ഈ NMR റസാഖ് മത്സരിക്കുന്നതോടുകൂടി ഈ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഒരു കൺഫ്യൂഷനിലാകുകയും അത് ഈ BJPക്ക് സഹായകമാകും എന്നുള്ള ഒരു അഭിപ്രായമുള്ള നേതാക്കളും ഉണ്ട്. അജിംസ്.